ഫുട്ബോൾ ഫാൻസിനെ ഏറ്റവും കൂടുതൽ എക്സൈറ്റ് ചെയ്യിപ്പിക്കുന്ന ദിവസങ്ങളാണ് UCL നൈറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഡേ ആണ് വന്നിരിക്കുന്നത്. റൗണ്ട് ഓഫ് 8 ബിഗ് മാച്ചസ് ആണ് ഷെഡ്യൂൾ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ആ മാച്ചസിന്റെ സ്കോർ പ്രഡിക്ഷൻ ആയിരിക്കും നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഫസ്റ്റ് ഏതൊക്കെ മാച്ചാണ് നടക്കാൻ പോകുന്നതെന്ന് പറയാം. ബാർസലോണ വേഴ്സസ് ഡോർട്ട്മണ്ട് മാച്ച് ഉണ്ട്, PSG വേഴ്സസ് ആസ്റ്റൺ വില്ല, ഇന്റർ മിലാൻ വേഴ്സസ് ബേൺ മ്യൂണിച്ച്, ആൻഡ് ഫൈനലി മോസ്റ്റ് ആന്റിസിപ്പേറ്റഡ് മാച്ച് ഈസ് Real Madrid versus Arsenal. So welcome back to the video. Welcome to Go Footballer. എന്താ മക്കളെ, അപ്പോൾ തുടങ്ങിയല്ലേ. ബേൺ മ്യൂണിച്ച് വേഴ്സസ് ഇന്റർ മിലാൻ. ഈ ഒരു മാച്ച് വരുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ചാൻസ് കൂടുതലായിട്ടുള്ളത് ബേണിനാണെന്ന്. കാരണം ഫസ്റ്റ് ലെഗ് മാച്ച് നടക്കുന്നത് ബേൺ മ്യൂണിച്ചിൽ വെച്ചാണ്, ആലിയൻസ് അറീനയിൽ വെച്ചൊക്കെയാണ് മാച്ച് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർ ജയിക്കാൻ ചാൻസ് കാണുന്നുണ്ട്. പിന്നെ ഹാരി കെയിൻ്റെയൊക്കെ ഒരു ഫോം ഇവരെ ഹെൽപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു ഗോൾ ഹാരി കെയിനും സ്കോർ ചെയ്യുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒരു 2-0 അല്ലെങ്കിൽ 2-1 ഗെയിമാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഒരു ഫൺ ഫാക്റ്റ് എന്ന് പറയുന്നത്, ബേൺ മ്യൂണിച്ച് ഈ റൗണ്ട് ക്വാളിഫൈ ചെയ്യും. ബാർസലോണയും ക്വാളിഫൈ ആണെങ്കിൽ അടുത്ത മാച്ച് ബാർസലോണ വേഴ്സസ് ബേൺ മ്യൂണിച്ച് ആയിരിക്കും. ഏത് വളവിലിട്ട് പിടിച്ച ബേൺ മ്യൂണിച്ച് വീണ്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. എക്സൈറ്റിംഗ് അല്ലേ ആർക്ക്? ബാർസലോണയെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തന്നെ നെക്സ്റ്റ് മാച്ച് ബാർസലോണ വേഴ്സസ് ബൊറൂസിയ ഡോർട്ട്മണ്ട് ആണ്. ഹാൻസി ഫ്ലിക്ക് നയിക്കുന്ന ബാർസലോണ ഒരു എക്സ്ട്രോഡിനറി പെർഫോമൻസ് ആണ് UCL കാഴ്ചവെക്കുന്നത്. പ്രത്യേകിച്ച് യങ് ടാലൻസ് യമാൽ പോലത്തെ പ്ലേയേഴ്സും എക്സ്ട്രോഡിനറി ആണ് ഈ സീസണിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഗോട്ട് ഇൻ ദ മേക്കിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ റഫീന ആണെങ്കിലും അവർ ഡെലിവർ ചെയ്യുന്നുണ്ട് ഗോൾസ്. UCL ആണെങ്കിലും ലാലിഗ ആണെങ്കിലും നല്ലൊരു പെർഫോമൻസ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു മാച്ചിൽ ബാർസലോണ 3 ഗോൾ സ്കോർ ചെയ്യും, ബൊറൂസിയ ഡോർട്ട്മണ്ട് 2 ഗോൾ സ്കോർ ചെയ്യുമെന്നാണ് വിചാരിക്കുന്നത്. ലമീൻ യമാൽ ഗോട്ട് ഇൻ ദ മേക്കിംഗ്. PSG വേഴ്സസ് ആസ്റ്റൺ വില്ല. ഈ ഒരു മാച്ച് കട്ടയാണ് ഈ ഒരു മാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു മാച്ചിൻ്റെ ഒരു വിപ്ലവകരമായ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആസ്റ്റൺ വില്ലയുടെ ഗോളി എമീലിയോ മാർട്ടിനസ് കളിക്കാനൊരുങ്ങുന്നത് ഫ്രാൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ടീമാണ്. PSG എതിരെയാണ് കളിക്കുന്നത്. ഇത് നമ്മളെവിടെ കണ്ടിരിക്കുന്നത് വേൾഡ് കപ്പ് ഫൈനലിൽ വീണ്ടും അർജൻറ്റീനൻ ഗോളി ഫ്രാൻസ് ടീമിന് എതിരെ വരികയാണ്. ഇതൊരു എപ്പിക് സംഭവം തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ആസ്റ്റൺ വില്ല ടീമിൻ്റെ കാര്യം നോക്കുകയാണെങ്കിലും സ്ട്രോങ് ആണ് അവർ. അവരുടെ ഫ്രണ്ട് നോക്കിയാൽ അറ്റാക്കിംഗ് ഫോഴ്സ് ബ്രൂട്ടലാണ്. റാഷ്ഫോർഡ്, അസൻസിയോ, വാട്കിൻസ്, ടെലമെൻസ് എല്ലാവരും നല്ല സ്ട്രോങ് അറ്റാക്കിംഗ് ഫോഴ്സുള്ള ടീമാണ്, പ്ലേയേഴ്സാണ്. ഇൻഡിവിജ്വലിയും അവർക്ക് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു മാച്ചും കൂടിയാണ്. അതേ സമയത്ത് PSG നോക്കുകയാണെങ്കിലും അതേ ഒരു സ്ട്രെങ്ത്ത് ഉള്ള ടീം തന്നെയാണ്. അവർ ആരെ തോപ്പിച്ചിട്ടാണ് ഈ റൗണ്ടിൽ എത്തിയത്? ലിവർപൂളിനെ തോപ്പിച്ചിട്ടാണ് റൗണ്ട് ഓഫ് 8 എത്തിയിരിക്കുന്നത്. അവരുടെ വിങ്ങേഴ്സായ കവർസ്കിയും ഡെമ്മല്ലേയും ഇത്രയും മെക്കാനിക്കൽ വിങ്ങേഴ്സ് ഉള്ള ടൈമിൽ നമ്മൾ കാണുന്നത് ഏത് ഫ്രീ ഫ്ലോയിങ് വിങ്ങേഴ്സിനെയാണ്. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് അവർ കൊടുക്കുന്നത്. പക്ഷെ കഴിഞ്ഞ മാച്ചിൽ ഒരു പ്ലെയർ പൊങ്ങി വന്നു, പുതിയ നെയ്മറാണെന്നാണ് പറയുന്നത്, ഡിസയർ ഡോ എന്ന് പറഞ്ഞ പ്ലെയർ. വെറുതെ ടീപ്പൊരു പെർഫോമൻസ് ആണ് ഈ ഒരു പ്ലെയർ കാണിക്കുന്നത്. അതുപോലെ തന്നെ വിറ്റീനെ ആണെങ്കിലും മാർക്യൂനസ് ആണെങ്കിലും എല്ലാവരും ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ് മൊത്തത്തിൽ. ഈ 2 ടീം നോക്കുകയാണെങ്കിലും കഴിഞ്ഞ 5 മാച്ചസ് വിന്നാണ് അവർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നിന്നാണ് ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്നത്. ഈ മാച്ച് നടക്കുന്നത് PSG ഹോം ഗ്രൗണ്ടിലാണ് നടക്കുന്നത്. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 2-2 ഡ്രോ ആണ് ഫസ്റ്റ് ലെഗിൽ നടക്കാൻ പോകുന്നത്. സെക്കൻഡ് ലെഗിലായിരിക്കും ആരാണ് അടുത്ത റൗണ്ടിലോട്ട് പോകുന്നത് ഡിസൈഡ് ചെയ്യപ്പെടുക എന്ന് വിചാരിക്കുന്നത്. ലാസ്റ്റ് മാച്ച് ഏറ്റവും ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള മാച്ചാണ് റയൽ മാഡ്രിഡ് വേഴ്സസ് ആർസണൽ. അൻസെലോട്ടി വേഴ്സസ് ആർടെറ്റ. ഏത് ജംഗിൾ പൊളി. ഈ ഒരു മാച്ച് നടക്കുന്നത് എമിറേറ്റ്സിൽ വെച്ചാണ്. ഇതൊരു ത്രില്ലിങ് മാച്ചായിരിക്കും. കാരണം ആർസണൽ ഏറ്റവും ലാസ്റ്റ് ടൈറ്റിലിന് വേണ്ടിയാണ് ഇവർ ഫൈറ്റ് ചെയ്യുന്നത്. PL നിന്ന് ഏകദേശം 10 പോയിന്റ് വ്യത്യാസത്തിലാണ് ലിവർപൂളായിട്ട് നിൽക്കുന്നത്. ഒരു ചാൻസും കാണുന്നില്ല PL അടിക്കാനായിട്ട്. ഇനി കാരബോ, FA കപ്പ് എല്ലാത്തിൽ നിന്നും പുറത്തായി. അപ്പോൾ ഇവർ മരണ പോരാട്ടമായിരിക്കും ഈ ഒരു ഫസ്റ്റ് ലെഗിൽ കാഴ്ചവെക്കാൻ പോകുന്നത്. ഈ ഒരു സ്റ്റേജിൽ അർസനൽ വന്നിരിക്കണം എനിക്ക് വലിയ താല്പര്യമില്ല. UCLും അർസനലായിട്ട് ഒട്ടും ചേർന്ന് പോകാത്തൊരു ടൂർണമെൻറ്റാണ്. അവർ ഇതിൻ്റെ നിഴൽവട്ടം പോലും കാണാത്തതുകൊണ്ട് ഇവിടെ വന്ന് നിൽക്കണ അങ്ങനെ ഫുട്ബോൾ ഫാൻസിനൊന്നും അത്ര ഇഷ്ടമല്ല, അർസനൽ ഫാൻസിനെ ഒഴികെ. എന്നിരുന്നാലും ഈ ഒരു ടൂർണമെൻറ്റിൽ ഇവർ ഈ ഒരു സ്റ്റേജിലെത്തി ഒരു ഫൈറ്റ് കൊടുത്ത് തന്നെ അവർ തീരുമാനമാക്കുള്ളൂ.
റയൽ മാഡ്രിഡിൽ നോക്കുകയാണെങ്കിൽ സ്ട്രോങ് ടീമാണ്. ആരും പറയേണ്ട ആവശ്യമില്ല. ബെല്ലിംഗം, എംബപ്പെ, റോഡ്രിഗോ, വിനീഷ്യസ്, അസൻസി, എല്ലാവരും, വൽവേർഡി, എല്ലാവരും സ്ട്രോങ് ആണ്. പിന്നെ ഇത് ചാമ്പ്യൻസ് ലീഗാണ്, തലതൊട്ടപ്പന്മാരാണ്. എന്നാലും എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് ലെഗിൽ ആഴ്സണൽ 2-1 ജയിക്കുമെന്നാണ് തോന്നുന്നത്. സെക്കൻഡ് ലെഗിൽ റയൽ ജയിച്ച് അടുത്ത റൗണ്ടിലോട്ട് എത്തുമെന്നും വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് ലെഗിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ആഴ്സണൽ ജയിക്കുമെന്നാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു മാച്ചസിനെ കുറിച്ചൊക്കെ എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ഒരു പ്രഡിക്ഷനും കാര്യങ്ങളും എല്ലാവരും കമൻറ്റ് കരോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക്, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ യു ഗൈസ് ടേക്ക് കെയർ ആൻഡ് ബൈ. കമവോ യുണൈറ്റഡ് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മാച്ച് മിസ്സായി ഗൈസ്. കാണാൻ പറ്റിയില്ല, ഷൂട്ടുണ്ടായിരുന്നു. ശോകം. പക്ഷേ എന്നാലും മാച്ച് ഭയങ്കര ബോറായിരുന്നു കേട്ടോ. എല്ലാവരും ഉറങ്ങിപ്പോയെന്നൊക്കെ പറഞ്ഞു. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. റൊമാറ്റ് കെവിൻ ഡി ബ്രൂയിൻ ഈസ് ഗോയിങ് ലാസ്റ്റ് സീസൺ അനൗൺസ് ചെയ്തല്ല പ്രതിമോരുവന്ന്. എന്തൊക്കെയാണെന്തോ പ്രതിമോനം. ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ മിഡ്ഫീൽഡേഴ്സ് ഓഫ് ഓൾ ടൈം KDB. വീഡിയോ വേണോ? എമ്പുരാൻ കണ്ടില്ല ഗൈസ്.